नमस्ते मेरे प्यारे बच्चों, आप सबको हमारे हिंदी ഓൺലൈൻ കക്ഷാ की ओर സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? സേഫ് ആയിട്ടിരിക്കുക. ഇന്ന് നമുക്ക് കഴിഞ്ഞ ദിവസം എടുത്ത ക്ലാസ്സിൻ്റെ തുടർച്ച നോക്കാം അല്ലേ? കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചത് ठाकुर का कुआं नामक एक कहानी है ना? कहानीकार कौन है? हाँ, प्रेमचंद. प्रेमचंद हिंदी और उर्दू के महान लेखक हैं, है ना? प्रेमचंद उपन्यास क्षेत्र में बहुत प्रसिद्ध हैं, इसलिए उन्होंने ഉപന്യാസ സമ്രാട്ട് പുകാരെ ജാത്തെ ഹെ അല്ലേ? അദ്ദേഹം ഹിന്ദി സാഹിത്യ ലോകത്ത് വളരെ പ്രശസ്തനാണ്. കൂടാതെ ഉപന്യാസ മേഖലയിലാണ് അദ്ദേഹം ഒരുപാട് കഴിവുകൾ തെളിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ ഉപന്യാസ സമ്രാട്ട് എന്ന് വിളിക്കുന്നു എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു അല്ലേ? അദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് ഹിന്ദി സാഹിത്യ ബിൽക്കുൽ ശൂന്യ ഹെ എന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു അല്ലേ? ഇനി ആ പാഠഭാഗത്തിൻ്റെ ബാക്കി നമുക്ക് പഠിക്കാം അല്ലേ? പാഠഭാഗത്തിന് ഭാഗം 2 എന്നൊന്നുമില്ല. നിങ്ങൾക്ക് പഠിക്കാൻ സൗകര്യത്തിന് വേണ്ടി 2 വീഡിയോ ആക്കി എന്നേ ഉള്ളൂ. ഓക്കെ. ഠാക്കൂർ കാ കുവാം എന്ന പാഠത്തിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? ഗംഗിയെക്കുറിച്ച് പറഞ്ഞു അല്ലേ? ഗംഗിയെയും ജോഖുവിനെ കുറിച്ചും നമ്മൾ പറഞ്ഞിരുന്നു. ഗംഗിയും ജോഖുവുമാണ് ഈ പാഠഭാഗത്തിലെ അല്ലെങ്കിൽ ഠാക്കൂർ കാ കുവാം എന്ന ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളെന്ന് നമ്മൾ പറഞ്ഞു. അവരുടെ പാഠഭാഗത്തിൽ, അതായത് ഗംഗയുടെ ഭർത്താവായ ജോഖു അസുഖം ബാധിച്ച് കിടപ്പിലാണ് അല്ലേ? അപ്പോൾ ജോഖുവിന് കുടിക്കാൻ ഒരു നല്ല വെള്ളത്തിനുള്ള ഒരു ബുദ്ധിമുട്ട്, ഇതിനെക്കുറിച്ചിട്ടാണ് ഈ കഥ ആരംഭിക്കുന്നത് അല്ലേ? അതായത് ജോഖു വെള്ളം കുടിക്കാനെടുത്തപ്പോൾ അതിലൊരു ശക്തമായ നാറ്റം അവർക്ക് തോന്നി. അപ്പോൾ എന്തെന്നാണ് ഇത് വന്നതെന്നറിയില്ല. അപ്പോൾ ഗംഗി പറയണേ, ഇന്നലെ എടുത്തുകൊണ്ട് വന്ന വെള്ളത്തിൽ നാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇന്ന് എങ്ങനെ വന്നു? ദൂരെയാണ് കിണറുള്ളത്, അവിടെ നിന്ന് കൊണ്ടുവന്ന വെള്ളമാണ്. ആ വെള്ളത്തിൽ എങ്ങനെയാണ് ഏതോ ഒരു മൃഗം വീണ് ചത്തതാവാം എന്നൊക്കെ പറയുകയാണ് അല്ലേ? അപ്പോൾ ഗ്രാമത്തിലൊരു കിണറാണ് എല്ലാവരും ഇവരെടുക്കുന്ന വെള്ളം എടുക്കുന്ന കിണറുള്ളത്. പിന്നെ വേറെ, അപ്പോൾ ഗംഗി പറയണേ, ശരി അത് കുടിക്കണ്ട, ചീത്ത വെള്ളം കുടിച്ച അസുഖം കൂടണ്ട, നമുക്ക് വേറെ വെള്ളം ഞാൻ എടുത്തുകൊണ്ട് വരാമെന്ന് പറയുന്നത്. അപ്പോൾ ജോഖു ചോദിക്കുകയാണ്, എവിടുന്നാണ് വെള്ളം എടുത്തുകൊണ്ട് വരിക എന്ന് പറയാണ്. അപ്പോൾ ഗംഗി പറയുന്നു, ഠാക്കൂറുടെ കിണറും ഉണ്ട്, സാഹുവിൻ്റെ കിണറും ഉണ്ട്. അപ്പോൾ ഗംഗിയോട് ജോഖു പറയണേ, മിണ്ടാതിരുന്നോ, കയ്യും കാലും തല്ലി ഒടിക്കും അവർ നിന്നെ അല്ലേ? അതായത് ഠാക്കൂർ ആണെങ്കിൽ വടി വെച്ച് അടിക്കും, സാഹുജി ആണെങ്കിൽ 1-ന് 5 അടിക്കും എന്നൊക്കെയാണ് പറയുന്നത് അല്ലേ? അപ്പോൾ മറ്റുള്ളവരുടെ വേദന ആരാണ് മനസ്സിലാക്കുക എന്നൊക്കെ ചോദിക്കണം. അപ്പോൾ എന്തായാലും ശരി, ഞാൻ ഈ നാറ്റ വെള്ളം ഞാൻ കുടിക്കാൻ തരില്ല എന്ന് പറഞ്ഞ് ആര് പോകുന്നു? ഗംഗി വെള്ളം വേറെ എടുക്കണം എന്ന് പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ രാത്രി 9 മണിക്ക് സമയം. അപ്പോൾ ഠാക്കൂറുടെ കിണറ്റിൽ വെള്ളം എടുക്കാൻ വേണ്ടി പോകുന്നതാണ് പറഞ്ഞു നിർത്തിയത് അല്ലേ? അപ്പോൾ എന്താ, മസ്ദൂറൊക്കെ, അതായത് ഠാക്കൂറുടെ വീട്ടിലുള്ള മസ്ദൂറൊക്കെ എല്ലാവരും കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു. അതെ. അപ്പോൾ ആ സമയത്ത് ഗംഗി ഇവിടെ പോവുകയാണ്, വെള്ളം കോരാനായിട്ട് പോവുകയാണ് അല്ലേ? അപ്പോൾ ആ സമയത്തുള്ള കാര്യങ്ങൾ ആലോചിക്കുകയാണ് കേട്ടോ. എന്താണ്, അവിടെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്തൊക്കെയോ നിയമങ്ങളൊക്കെ കുറിച്ചിട്ട് പറയണം. എന്താണ്, അപ്പോൾ അതിൽ ഹോഷിയാരി സെ ഠാക്കൂറിനെ, അതായത് വളരെ സമർത്ഥമായിട്ട് ഠാക്കൂർ ഇൻസ്പെക്ടറിന് ഓരോ കേസിന് കൈക്കൂലി കൊടുത്ത് അതിൽ നിന്ന് പുറത്തു വരുമെന്ന് പറയേണ്ടത്. പിന്നെ ബുദ്ധി സാമർഥ്യത്തോടു കൂടി ഒന്നിന് പകരം മറ്റൊരു കോപ്പി, അതായത് ഒരു കേസിലെ ഒരു പ്രതിക്ക് പകരം മറ്റൊരാളെ ഉണ്ടാക്കുക, അങ്ങനെ. പിന്നെ നാസിർ और मोहत में सभी कहते थे नकल नहीं सकती അല്ലേ? അതായത് സൂപ്പർവൈസറും മാനേജറും ഒക്കെ പറയും ഇതിനൊന്നും കോപ്പി കിട്ടില്ല എന്ന്. പക്ഷേ അതായത് ഒരു പകർപ്പ് കിട്ടില്ല എന്ന് പറയുന്നതിൽ 50ഉം 100ഉം ഒക്കെ കൊടുത്തിട്ട് അതിൻ്റെയൊക്കെ കോപ്പി അല്ലെങ്കിൽ പകർപ്പ് വാങ്ങുകയാണ്, അല്ലെങ്കിൽ വേറെ ഒരെണ്ണം ഉണ്ടാക്കുകയാണ് അല്ലേ? അതായത് കള്ളക്കേസിൽ നിന്നൊക്കെ വളരെ ഈസി ആയിട്ട് രക്ഷപ്പെടുകയാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവൾ ആലോചിക്കുകയാണ് അല്ലേ? അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നിർത്തിയത്. ഇനി ബാക്കി നോക്കാം.
നോക്കൂ, ഇസി സമയ ഗംഗി കുവേം സെ പാനി ലേനെ പഹൂഞ്ചി. ഈ സമയത്ത് ഗംഗി കിണറിൽ നിന്ന് വെള്ളമെടുക്കാനായിട്ട് എത്തുന്നു. കുപ്പി കി ധുന്തലി റോഷ്നി കുവേം പർ ആ രഹി ഥി. കിണറിലേക്ക് ചെറിയ ഒരു മങ്ങിയ പ്രകാശം വന്നുകൊണ്ടിരുന്നു. ഗംഗി ജഗത് കി ആട് മേ ബൈറ്റി മൗക്കെ കാ ഇന്തസാർ കർനെ ലഗി. ഗംഗി കിണറിൻ്റെ മറവിൽ ഇരുന്നു. എന്നിട്ട് മൗക്കെ കാ ഇന്തസാർ കർനെ ലഗി, അവസരത്തിനെ കാത്തിരുന്നു, പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. ഇസ് കുവേം കാ പാനി സാരാ ഗാവ് പീത്താ ഹെ. ഈ കിണറിലെ വെള്ളം മുഴുവൻ ആളുകളും, അതായത് ഗ്രാമം മുഴുവൻ കുടിക്കുന്നു. കിസി കെ ലിയെ റോക്ക് നഹി, ആർക്കും തന്നെ തടസ്സമില്ല. സിർഫ് യേ ബദൻ സീബ് നഹി ഭർ സക്തെ. മറിച്ച് ഈ ബദൻസീബ്, അതായത് ഈ നിർഭാഗ്യർ, ഭാഗ്യഹീനരായ ഞങ്ങൾക്ക് നഹീം ഭർ സക്തി, നിറയ്ക്കാൻ സാധിക്കുന്നില്ല, അല്ലേ? അപ്പം ഞങ്ങൾ താഴ്ന്ന ജാതിക്കാരായതുകൊണ്ടാണ് എന്നാണ് അവിടെ അർത്ഥമാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കുടിക്കാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഞങ്ങൾ ഹതഭാഗ്യരായ ഞങ്ങൾക്ക് മാത്രം കുടിക്കാൻ കഴിയുന്നില്ല എന്ന് പറയാൻ. ഗംഗി കാ വിദ്രോഹി ദിൽ റിവാസി പാബന്ദിയോം और मजबूरियों पर छोटे करने लगा. ആ സമയത്ത് ഗംഗയുടെ വിദ്രോഹി ദിൽ, അതായത് എന്താ പറയുക, വിദ്രോഹി ദിൽ പറഞ്ഞാൽ എന്തിനെ എതിർക്കുന്ന ഒരു മനസ്സ് എന്നാണ്. അത് റിവാസി പാബന്ദിയും, റിവാസി പാബന്ദിയും പറഞ്ഞാൽ സമ്പ്രദായപരമായിട്ടുള്ള, അതായത് കാലങ്ങളായിട്ട് പോകുന്ന നിയമങ്ങളെ, ആർ മസ്ബൂരിയും പെർ ചോട്ടേം കർണേലക, ഈ പ്രശ്നങ്ങളെയൊക്കെ അങ്ങോട്ട് അതായത് തകർക്കാനായിട്ട് മനസ്സിങ്ങനെ തുടങ്ങി. അതായത് നമുക്കെന്താ പറയുക, ഒരു വിപ്ലവകാരിയായ അവളുടെ മനസ്സിങ്ങനെ എല്ലാത്തിനെയും തച്ചുടയ്ക്കാനായിട്ട് മനസ്സിങ്ങനെ വിങ്ങി. ഹം ലോഗ്, അതായത് ഹം ക്യോം നീച്ച് ഹെ और ये लोग क्यों ऊंच हैं, അല്ലേ? ഞങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ നീച്ച്, അതായത് താഴ്ന്നവരായി, और ये लोग क्यों ऊंच हैं, ഇവരെങ്ങനെയാണ് ഇത്ര ഉയർന്നവരായി, അതായത് ഇവരെങ്ങനെ ഉയർന്ന ജാതിക്കാരെന്നും ഞങ്ങളെങ്ങനെ എങ്ങനെ താഴ്ന്ന ജാതിക്കാരെന്നും എന്നും പറഞ്ഞത് എന്ന് ചോദിക്കുക. അവളുടെ മനസ്സിലുള്ള ചോദ്യമാണ്. इसलिए कि ये लोग गले में ताग डाल लेते हैं. അതായത് ഇവിടെ യേ ലോഗ് ഗലേമേം താഗ് ഡാൽ ലേത്തേ ഹെ, ഇവർ ആരെങ്കിലും, അതായത് ആരെങ്കിലും ചേർത്ത് പിടിക്കുമോ, എന്താ ആരെങ്കിലും മറ്റൊരാളെ ദ്രോഹിച്ചതായിട്ടുള്ളതിൻ്റെ കണക്ക് പറയുകയാണ്. യഹാം തോ ജിത്നേ ഹെ ഏക് സേ ഏക് ഛണ്ടേ ഹെ, അല്ലേ? അതായത് ഇവിടെ എത്ര എണ്ണം ഉണ്ടറിയോ, അതായത് ഇവർ ഉയർന്നവരെന്നും താഴ്ന്നവരെന്നും എന്ന് പറയുന്നതിന് എത്ര ഉദാഹരണങ്ങളുണ്ടെന്നോ നോക്കൂ. ചോരി ഏ കരേം, അതായത് കളവ് ഇവർ ചെയ്യും. ജാൽ ഫരേബ് ഏക്കരേം, ചതി വഞ്ചന ഇവർ ചെയ്യും. ചൂട്ടെ മുഗ്ധമേ ഏക്കരെ, തെറ്റായിട്ടുള്ള കേസ്, അതായത് തെറ്റായിട്ടുള്ള പ്രശ്നങ്ങൾ ഏക്കരേം ഇവർ ചെയ്യും. പിന്നെയോ ചൂട്ടെ മുഗ്ധമേ ഏക്കരേം. അഭി ഇസ് ഠാക്കുർ ने तो उस दिन बेचारे गडरिये के भेड़ ചുരാലി ധി, അല്ലേ? ഇവിടെ തന്നെ നോക്കൂ, ഈ ഠാക്കൂറിനേത്തോ, ഈ ഠാക്കൂർ തന്നെ ബേച്ചാരെ ഗഡരിയേക്ക് ഭേഡ് ചുരാലീധി, അതായത് ഈ ഠാക്കൂർ ഒരു പാവം ഗഡരിയെ, ആട്ടിടയൻ്റെ, ഭേഡ് പറഞ്ഞ ആട്ടിൻകുട്ടിയെ, ചുരാലീധി കട്ടെടുത്തു. ആർ ബാദ്മേ മാർക്കർ ഖാഗയ, ശേഷം അതിനെ കൊന്ന് തിന്നു. ഇനിയും പണ്ഡിത് കെ ഘർ മേ തോ 12 മാസ് ജുവാ ഹോത്താ ഹെ. ഇതേ പണ്ഡിതന്മാരുടെ വീടുകളിൽ 12 മാസ് പറഞ്ഞാൽ 12 മാസങ്ങളിലും, അതായത് വർഷം മുഴുവൻ ജുവാ ഹോത്താ ഹെ, ചൂതാട്ടങ്ങൾ, കളികളൊക്കെ നടക്കുന്നുണ്ട്. യഹി സാഹൂജി തോ ഘീ മേ തേൽ മിലാക്കർ ബേജത്തെ ഹെ. ഇതേ സാഹൂജി തന്നെ നെയ്യിൽ തേൽ മിലാക്കർ, എണ്ണ കലർത്തിയിട്ട്, അതായത് നെയ്യും രണ്ടും ഒന്നാണ്, പക്ഷേ അതായത് നെയ്യിൽ വില കൂടിയതും എണ്ണ വില കുറവുമാണ് നെയ്യിനെ അപേക്ഷിച്ച്. അപ്പോൾ നെയ്യിൽ എണ്ണ കലർത്തിയിട്ട് വിൽക്കുന്നു. കാം കരാലേത്തേഹെ, പിന്നെന്താ, മസൂരി ദേത്തി നാനി മർത്തി, അല്ലേ? പണി ചെയ്യണം. മസൂരി ദേത്തി, അതായത് തൊഴിലില്ലാത്ത ഒരവസ്ഥ പറഞ്ഞാൽ നാനി മർത്തിഹെ, അപ്പോൾ എന്ത് ചെയ്യും, അവർ അടിക്കുക ചെയ്യുക. കിസ് കിസ് ബാത്ത് മേ ഹംസെ ഊഞ്ചേഹെ, അല്ലേ? എന്തെല്ലാം കാര്യങ്ങളിലാണ് അവർ ഊഞ്ചേഹെ, നമ്മളിൽ നിന്ന് ഉയർന്നവർ. ഹം ഗലി ഗലി ചില്ലാത്തേ നഹി കി ഹം ഊഞ്ചേഹെ, എന്താ, ഞങ്ങൾ ഗലി ഗലി ചില്ലാത്തേ നഹി, തെരുവായിട്ട് ചില്ലാത്തേ നഹി, നിലവിളിക്കുന്നില്ല. എന്തെന്ന് പറഞ്ഞിട്ട്, ഹം ഊഞ്ചേഹെ ഹം ഊഞ്ചേഹെ, ഞങ്ങൾ ഉയർന്നവരാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തെരുവായിട്ട് നിലവിളിക്കുന്നില്ല. അതായത് ഇവരെ പറയണം എന്ത്, എങ്ങനെയാണ് ഇവർ മുതിർന്നവർ, ഉയർന്ന ജാതിക്കാരെന്നും എങ്ങനെയാണ് ഞങ്ങൾ താഴ്ന്ന ജാതിക്കാരായതും
അല്ലേ എന്നാണ് പറയുന്നത്. എന്തിലൊക്കെ കാര്യത്തിലാണ് ഇവർ ഉയർന്ന ജാതിക്കാരെന്ന് നോക്കൂ. ആട്ടിൻകുട്ടിയെ എന്താ പറയുക കൊള്ളയടിക്കുക, എന്നിട്ട് അതിനെ കൊന്നു തിന്നുക. പിന്നെന്താ, വർഷം മുഴുവൻ അവരുടെ വീട്ടിൽ ഈ ചൂതാട്ടവും ചീട്ടുകളിയും ഒക്കെ നടക്കുന്നുണ്ട്. അതിനൊന്നും പ്രശ്നമില്ല. ചതി വഞ്ചന മുതലായവ നടക്കുന്നുണ്ട്. ഇതിലൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഉയർന്നു നിൽക്കുന്നുണ്ട് ഞങ്ങളെക്കാൾ കൂടുതലായിട്ട്, അല്ലേ. പിന്നെന്താ, നമ്മൾ വല്ലതും പറഞ്ഞാൽ നമ്മളെ എന്ത് ചെയ്യുന്നു, അവർ അടിക്കുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഗലി ഗലി ചില്ലാത്തേ നെഹി, നമ്മൾ ഇടയ്ക്ക്, അതായത് വീട് വീടായിട്ട് അല്ലെങ്കിൽ തെരുവ് തെരുവായിട്ട് പോയിട്ട് ചില്ലാത്തേ നെഹി, നിലവിളിക്കുന്നില്ല. എന്ത്, ഞങ്ങൾ ഉയർന്ന ജാതിക്കാരാണെന്നും നമ്മൾ നിലവിളിക്കുന്നില്ല എന്നാണ് പറയുന്നത്. अभी गाँव में आ जाती हूँ तो रस भरी आंख से देखने लगते हैं. എപ്പോഴെങ്കിലും ഗ്രാമത്തിലേക്ക് വന്നാൽ രസ് ഭരി ആങ്ക് സേ പറഞ്ഞാൽ ഒരു പ്രത്യേകതരം കണ്ണുകൊണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു എന്താ പറയുക, ആരെയൊക്കെയോ നമ്മൾ നോക്കുന്നത് പോലെ ഒരു പ്രത്യേകതരം രീതിയിൽ അവരെന്ത് ചെയ്യുക, നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. ജैसे सबकी छाती पर सांप लौटने लगता है परंतु घमंड यही कि हम ऊंचे हैं. എല്ലാവരുടെയും നെഞ്ചത്ത്, അതായത് സാമ്പ് ലൗട്ട്നെ ലഗുത്താഹെ, എല്ലാവരുടെയും മേലെ പാമ്പ് ആണ് എന്തുവെന്ന് കിടക്കുന്നുണ്ടെങ്കിൽ പോലും, അതായത് പരിഭ്രമത്തിലാണെങ്കിൽ പോലും, പരന്തു ഘമണ്ട് യഹ് ഹെ കി ഹം ഊഞ്ചേ ഹെ, അപ്പോഴും അവരെന്ത് പറയും, ഞങ്ങൾ ഉയർന്ന ജാതിക്കാരാണ്. അതായത് അവർക്ക് യാതൊരു തരത്തിലുള്ള ഒരു ചിന്തയുമില്ല. അവർക്ക് എന്ത് മാത്രമേ ഉള്ളൂ, ഞങ്ങൾ ഉയർന്ന ജാതിക്കാരാണ് എന്നൊരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ എന്നാണ് ഇവിടെ ഗംഗി പറയുന്നത്. ഇതൊക്കെ എപ്പോഴാണ് സംഭവം, ഇതൊക്കെ എങ്ങനെയാണ് പറയുന്നത്, ഗംഗി കിണറിൽ വെള്ളം എടുക്കാൻ പോകുന്ന സമയത്ത് ഗംഗിയുടെ മനസ്സിലുണ്ടാവുന്ന ചിന്തകളാണ് ഇതൊക്കെ. ഓക്കെ, ഇനി ബാക്കി നോക്കൂ. കുവേം പർ കിസി കെ ആനെ കി ആഹട്ട് ഹുയി, കിണറിൻ്റെ അടുക്കലേക്ക് ആരോ വരുന്നതായിട്ട് ശബ്ദം കേൾക്കുന്നു. ഗംഗി കി ഛാത്തി ധക്ക് ധക്ക് കർണേ ലഗി, ഗംഗിയുടെ ഹൃദയം ധക് ധക്ക് എന്നായിട്ട്, അതായത് മിടിക്കാൻ തുടങ്ങി സ്പീഡിൽ. കഹീൻ ദേഖ്ലേ തോ ഗജബ് ഹോഗയ, ആരെങ്കിലും എവിടെയെങ്കിലും കണ്ടുപിടിക്കപ്പെട്ടാൽ എന്താവും, ഗജബ് ഹോഗയ. ഗജബ് എന്ന് വെച്ചാൽ എന്താർത്ഥം, അപകടം, അല്ലേ. അതായത് എങ്ങനെയെങ്കിലും പിടിക്കപ്പെട്ടു എന്നാൽ, ആരെങ്കിലും കണ്ടു എന്നാൽ അപകടം ഉണ്ടാവും, അല്ലേ. ഏക്ക് ലാത്ത് ഭീത്തോ നീച്ചേനെ പടെ, ഒരു തൊഴി പോലും താഴെ വീഴില്ല, അതായത് ഒരു അടി പോലും നിലത്ത് വീഴില്ല, അതായത് അത്ര അടി കിട്ടും. उसने घड़ा और रस्सी उठा ली और झुक कर चलती हुई एक वृक्ष के अंधेरे साये में जा खड़ी हुई. അവൾ ആരെങ്കിലും കണ്ടിൽ ശ്രദ്ധയിൽപ്പെട്ടാലോ എന്ന് കരുതിയിട്ട് കിണറിലെ അടുക്കൽ നിന്ന് ആ ഘട, കുടവും രസി കയറുമെടുത്ത് ചുക്കുക്കർ കുനിഞ്ഞിട്ട് ചൽത്തി ഹുയി നടന്നു. എങ്ങനെ, വൃക്ഷയ്ക്ക് അന്ധേരെ സായമേ, ഒരു വൃക്ഷത്തിൻ്റെ നിഴലിലേക്ക്, ഛായ പറഞ്ഞാൽ നിഴലിലേക്ക് നടന്ന് അവൾ അവിടെ എന്ത് ചെയ്തു, ഒളിച്ചിരുന്നു, അല്ലേ. ഇനി നോക്കൂ, കബ് ഇൻ ലോഗോം കോ ദയാ ആത്തി ഹെ കിസി പർ, അല്ലേ. ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഇൻ ലോഗോം കോ ദയാ ആത്തി ഹെ, ഈ ആളുകൾക്കൊരു ദയ ഉണ്ടായിട്ടുണ്ടോ, കിസി പർ, ആരിലെങ്കിലും. ബേച്ചാരെ മഹങ്കു കോ ഇത്നാ മാരാ കി മഹീനോം ലഹു ധൂക്താ രഹ, അല്ലേ. പാവം മഹങ്കു കോ എന്താ ാക്കി, ഇത്രയും അടിച്ചു, മഹങ്കൂനെ ഇത്രയും അടിച്ചു. എന്നിട്ടോ മഹീനോം ലഹു ധൂക്താരഹ, മാസങ്ങളോളം ചോര തുപ്പിക്കിടന്നു, അല്ലേ. അതായത് അവിടെയുള്ള മറ്റൊരു പാവപ്പെട്ട അല്ലെങ്കിൽ താഴ്ന്ന ജാതിക്കാരനായ ഒരു ജോലിക്കാരനെ അടിച്ചിട്ട് മാസങ്ങളോളം അവൻ ചോര തുപ്പിക്കിടന്നു എന്നാണ് പറയുന്നത്. ഇസ്ലിയേ തോ കി ഉസ്നെ ബേഗാർ നദി ധി, അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യുന്നില്ല, ബേഗാർ നദീധി, ജോലി, അതായത് വെറുതെ ഇരിക്കുന്നില്ല. ഇസ് പർ യേ ലോഗ് ഊഞ്ചേ ബൻതേ ഹെ, ഇതിൽ ഈ കാര്യത്തിൽ അവരെന്ത് ചെയ്യുന്നു, ഉയർന്ന ജാതിക്കാരാണ്, അതായത് ഉയർന്നിരിക്കുന്നു, അതായത് തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ അവർ ഉയർന്നിരിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം പറഞ്ഞതൊക്കെ എന്തായി, കിണറിൻ്റെ അടുക്കൽ നിന്ന് അവൾ അങ്ങോട്ട് പുറകിലോട്ട് പോയി നിന്ന് വീണ്ടും അവളുടെ മനസ്സിൽ, അതായത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് എന്തിനാ, ഈ ഠാക്കൂറുടെയും അല്ലെങ്കിൽ സാഹുജിയുടെയൊക്കെ നിലപാട്, മറ്റുള്ളവരോടുള്ള നിലപാട് എന്താണെന്ന് നമുക്ക് അറിയിച്ചു തരികയാണ് ഈ കഥയിലൂടെ, അല്ലെങ്കിൽ ഈ ഉള്ളിലൂടെ ഈ കഥ പറഞ്ഞു തരുന്നത്. ഇനി നോക്കൂ, കുവേ പർ സ്ത്രീയാം പാനി ഭർനെ ആയി ധി, അപ്പോഴവിടെ ആരാ വരുന്നത്, ആരുടെയോ ശബ്ദം കേട്ടിട്ടാണല്ലോ അവൾ പിന്നാലേക്ക് മാറി വീണ്ടും മറവിൽ ഒളിഞ്ഞു നിന്നത്. അപ്പോൾ സ്ത്രീകൾ വെള്ളം നിറയ്ക്കുന്നതിന് വരുന്നതാണ്. ഇൻമേ ബാത്ത് ഹോ രഹീധി, അവരിൽ സംസാരം നടക്കുകയാണ്.
എന്തൊക്കെയോ അവർ വർത്താനം പറയണം. എന്താണ് അവർ സ്ത്രീകൾ പരസ്പരം സംസാരിക്കുന്നത് നോക്കാം. ഖാനാ ഖാനെ ചലെ ഔർ ഹുക്കം ഹുവാ കി താസ പാനി ഭർലാവോ. എന്താ, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പോവാ. എന്ത്, ഹുക്കും ഹുവാക്കി ആജ്ഞ തരികയാണ്. എന്ത്, താസ പാനി ഭർലാവോ, നന്നായി വെള്ളം കോരി വരൂ. അതായത് വെള്ളം നിറച്ചു വരി, പൊയ്ക്കേ എന്ന് പറയില്ലേ, അതിനെയാണ് ആജ്ഞാപിക്കുന്നത്. ഖടേ കേലിയെ പൈസേ നഹി ഹെ, കുടത്തിന് വേണ്ടിയിട്ട്, അതായത് ഓരോ കുടത്തിനും വെള്ളമൊന്നുമില്ല, അതായത് പൈസയൊന്നും നമുക്കില്ല, കാശൊന്നും തരില്ല, നമ്മൾ എന്ത് ചെയ്യണം, പണി ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് ഒരു സ്ത്രീ പറയണം. ഹം ലോഗോം കോ ആരാം സെ ബൈഠേ ദേഖ് കർ ജൈസെ മർദോം കോ ജലൻ ഹോത്തി ഹെ. അല്ലേ, നമ്മളാളുകൾ ആരാംസെ ബൈഠേ ദേഖ് കർ വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ ഈ ആളുകൾക്ക് എന്താ, ജലൻ ഹോത്തി ഹെ, അസൂയ ഉണ്ടാവുകയാണെന്നാണ് പറയുന്നത്. ആര് പറയുന്നു, മറ്റൊരു സ്ത്രീ പറയുന്നു. അടുത്ത ആൾ പറയണത്, ഹാ യഹ് തോ ന ഹുവാക്കി കെൽസിയ ഉഠാക്കർ ഭർലാത്തെ. അല്ലേ, ഇതൊന്നും ഉണ്ടാവില്ല. എന്ത്, കെൽസിയ ഉഠാക്കർ ഭർലാത്തെ, ചെറിയ കുടം എടുത്തിട്ടൊന്നും പോയി നിറച്ചു വാന്ന് പറയില്ല. ബസ് ഹുക്കും ചലാദിയാക്കി താസ പാനിയിലാവും, ഒറ്റ ആജ്ഞ മാത്രമേ പറയുള്ളൂ. എന്തു, താസ പാനിയിലാവും. ജൈസേ ഹം ലോണ്ടിയാം ഹീ തോ ഹേ, നമ്മളെന്താ വേലക്കാരികളല്ലേ എന്നാണ് പറയുന്നത്. നമ്മളെന്താണ് വേലക്കാരികളല്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, വെറുതെ ഇരിക്കണ്ട, പോയി വെള്ളം കോരി വരൂ എന്നാണ് പറഞ്ഞത് എന്ന് പറയണം. അപ്പോൾ അടുത്ത സ്ത്രീ പറയാം, ലോണ്ടിയാം നഹീ തോ ഔർ ക്യാ ഹോ തും, വേലക്കാരി അല്ലെങ്കിൽ പിന്നെ നീ ആരാണ്, റോട്ടി കപ്പട നഹീ പാത്തി, അല്ലേ, വസ്ത്രവും ഭക്ഷണവും ഒന്നും ലഭിക്കുന്നില്ല. 10-5 റുപ്പയെ ഭീ ചീൻ ചപ്പട്കർ ലേഹി ലേത്തി ഹോ, അല്ലേ, 5-10 കിട്ടിയാൽ, അതായത് നമ്മൾ എല്ലുരുകിയിട്ടാണ് നമുക്കത് ലഭിക്കുന്നത്. ആർ ലോണ്ടിയാം കൈസി ഹോത്തി, അല്ലേ, പിന്നെ നമ്മൾ വേലക്കാരികൾ എങ്ങനെയാവുന്നു, അല്ലേ, അതായത് അവരവരുടെ വേദനകൾ പരസ്പരം പറയാൻ. എന്നിട്ട് പറയാം, മത് ലജാവോ ദീദി, കളിയാക്കല്ലേ ചേച്ചി, ചിൻ ഭർ ആരാം കർണേക്കോ ജീ തരസ്കർ രഹ ജാത്താ ഹെ, മനസ്സ് നിറഞ്ഞ് വിശ്രമിക്കണമെന്ന്, അതായത് ശരീരം അല്ലെങ്കിൽ നന്നായി ഒന്ന് വിശ്രമിക്കണമെന്ന് മനസ്സ് നിറയെ ആഗ്രഹമുണ്ട്. ഇത്തനാ കാം കിസി ദൂസരേക്കെ ഘർ കർ ദേത്തി, ഇത്രയും ജോലി മറ്റാരുടെയെങ്കിലും വീട്ടിൽ ചെയ്തെങ്കിൽ തോ ഇസ്സേ കഹീ ആരാംസേ രഹത്തി, ഇതിനേക്കാൾ അധികം വിശ്രമത്തിലിരിക്കാമായിരുന്നു, അല്ലേ. ഊപ്പർ സേ വഹ് എഹ്സാൻ മാൻത യഹാം കാം കർത്തേ കർത്തേ മർജാവ്, മുകളിൽ നിന്ന് ഇതായിരിക്കും തീരുമാനം. എന്ത്, കാം കർത്തേ കർത്തേ മർജാവ്, ജോലി ചെയ്ത് ചെയ്ത് മരിച്ചു പോകും എന്നുള്ളത്. പർ കിസി കാ മുഹ് ഹി സീധാ നഹീ ഹോത്ത, പക്ഷെ ആരുടെയും മുഖം അല്ലെങ്കിൽ ആരുടെയും വായ നേരെയല്ല എന്ന്, അതായത് ആരുടെയും വായിൽ നിന്ന് നല്ല വാക്കൊന്നും നമുക്ക് കേൾക്കില്ല എന്നാണ് പറയുന്നത്. ദോനോ പാനി ഭർക്കർ ചലി ഗയി തോ ഗംഗി വൃക്ഷ കി ഛായാ സേ നിക്കലി, രണ്ടുപേരും വെള്ളം നിറച്ച് പോയി, ആ സ്ത്രീകൾ രണ്ടുപേരും വെള്ളം നിറച്ച് പോയി. തോ ഗംഗി വൃക്ഷ കി ഛായാ സേ നിക്കലി, അപ്പോൾ ഗംഗി ആ വൃക്ഷത്തിൻ്റെ നിഴലിൽ നിന്ന് പുറത്തു വന്നു. ആർ കുയൻ കി ജഗത് കെ പാസ് ആയി, കിണറിൻ്റെ അടുക്കലേക്ക് വന്നു. ബേഫിക്രേ ചലേ ഗയേധെ, അതായത് പേടിയില്ലാതെ, അതായത് അപ്പോൾ ഒരു ഇതില്ലാതെ പേടിക്കാതെ അങ്ങ് പോയി. ठाकुर भी दरवाजे बंद कर अंदर आंगन में सोने जा रहे थे, ഠാക്കുറും വാതിലടച്ച് അന്തർ ആംഗന്മേ, അല്ലേ, ഉള്ളിലെ മുറ്റത്ത് സോനെ ജാ രഹേ ഥേ, ഉറങ്ങാനായിട്ട് പോയി കഴിഞ്ഞിരുന്നു. ഗംഗീനെ ക്ഷണിക് സുഖ് കി സാൻസ്ലി, ഗംഗി ക്ഷണിക് സുഖ് പറഞ്ഞ ആ ചെറിയ ഒരു നിമിഷ നേരത്തെ ഒരു സുഖത്തിൻ്റെ ആശ്വാസത്തിൻ്റെ സാൻസ്ലി ശ്വാസമെടുത്തു. കിസി തരഹ് മൈദാൻ തോ സാഫ് ഹുവ, എങ്ങനെയൊക്കെയോ മൈദാൻ സാഫ് ഹുവ, അവിടെ വളരെ ക്ലിയറായി, അതായത് അവിടെ പരിസരം വൃത്തിയായി, അതായത് എല്ലാവരും അവിടെ നിന്ന് സ്ഥലത്തു നിന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. അമൃത് ചുരാ ലാനെ കെ ലിയെ ജോ രാജകുമാർ കിസി ജമാനെ മേ ഗയാ ഥാ വഹ് ഭി ഷായദ് ഇത്തനി സാവധാനി കെ സാത്ത്, അല്ലേ, അതായത് അമൃത് ചുരാനെ കെ ലിയെ, അമൃത് കട്ടെടുക്കാൻ വന്ന ജോ രാജകുമാർ, ഒരു രാജകുമാരൻ, കിസി ജമാനെ മേ ഗയാഥ, ഏതെങ്കിലും സ്ഥലത്ത് പോയാൽ, അതായത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള, വഹ്ബി ഷായദ് ഇത്തനി സാവധാനി കെ സാത്ത്, അവൻ പോലും ഇത്രയും സാവധാനത്തോടെ ക്ഷമയോടുകൂടി, അല്ലേ, ഇത്രയും ക്ഷമയോടുകൂടി ഇത്രയും സമാധാനത്തോടുകൂടി, സമച്ച് ഭൂജ് കർ ന ഗയാഹോ, അല്ലേ, ഇത്രയും മനസ്സിലാക്കിക്കൊണ്ട് പോയിട്ടുണ്ടാവില്ല. അതായത് ഒരു രാജകുമാരൻ ഇങ്ങനെ അമൃത് കട്ടെടുക്കാൻ പോകുന്ന ഒരാൾ പോലും ഇത്രയും അവസരം മനസ്സിലാക്കി ഇത്രയും ക്ഷമയോടെ സാവധാനത്തോടു കൂടി അറിഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് പോയിട്ടുണ്ടാവില്ല.
അത്രയും കെയർഫുള്ളായിട്ടാണ് ഗംഗി ആ കിണറിൻ്റെ സ്ഥലത്ത് നിന്ന് പോകുന്നത്, എന്ത് വെള്ളം എടുക്കാനായിട്ടെന്നാണ് പറയുന്നത്. ഗംഗി ദബേ പാവ് കുയേം കി ജഗത് പർ ചഢി. പതിഞ്ഞ കാലുകൊണ്ട് ഗംഗി കിണറിൻ്റെ അടുക്കലേക്ക് ഇറങ്ങി. വിജയ് കാ ഐസാ അനുഭവ് ഉസേ പെഹലെ ന ഹുവാ ഥാ. അവൾക്ക് വിജയത്തിൻ്റെ ഇങ്ങനെ ഒരു അനുഭവം മുൻപ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതായത് വിജയിച്ചു, ചുറ്റുവട്ടത്തുള്ളവരാരുമില്ല, എല്ലാവരും പോയി കഴിഞ്ഞു അറിഞ്ഞ് അവൾ നന്നായിട്ട് ശ്രദ്ധിച്ചുകൊണ്ട് കിണറിൻ്റെ അടുക്കലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ ഒരു ആശ്വാസത്തിൻ്റെ ഒരു ശ്വാസം എടുക്കുകയാണ്, ജയിച്ചു എന്ന രീതിയിൽ. ഉസ്നെ രസി കാ ഫന്ത ഖടേ മേ ഡാല. കിണറിലേക്ക് രസി കാ ഫന്ത, കയറിൻ്റെ ആ ഒരു ചുരുക്കില്ലേ, ആ ഒരു കെട്ടിങ്ങനെ ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചത്, അതിങ്ങനെ കിണറിലേക്ക് ഇട്ടു. അതായത് ഇവിടെ ഖടേ മേ ഡാല, ചുരുക്ക് ആ കുടത്തിലേക്ക് ഇട്ടു. ദായേം ബായേം ചൗക്കിനി ദൃഷ്ടി സേ ദേഖ. ഇടതും വലതും ചൗക്കിനി ദൃഷ്ടി സേ, അതായത് ഒരു സൂക്ഷ്മമായിട്ടുള്ള ദൃഷ്ടിയിൽ നോക്കി. ജയ്സെ കോയി സിപ്പാഹി രാത് കു ശത്രു കെ കിലേ മേ സുരാഖ് കർ രഹാ ഹോ. എങ്ങനെ ഏതെങ്കിലും ഒരു സിപ്പാഹി, ഒരു സൈനികൻ രാത്രിയിൽ ശത്രു കെ കിലേമേ, ശത്രുവിൻ്റെ കോട്ടയിലേക്ക്, സുരാഖ് കർ രഹാ ഹോ, ദ്വാരമുണ്ടാക്കുമ്പോൾ അല്ലേ, ഒരു ശത്രുവിൻ്റെ കോട്ടയിലേക്ക് കയറുന്ന ഒരു സൈനികൻ എങ്ങനെയാണ് ഇടതും വലതും നോക്കുക, അതേപോലെ ഗംഗി അപ്പുറവും ഇപ്പുറവും ഇടതും വലതും നോക്കി വെള്ളം കോരുന്നതിലേക്കായിട്ട്, അതായത് കയറിൻ്റെ കുടുക്ക് കുടത്തിലേക്ക് ഇട്ടു. അഗർ ഇസ് സമയ വഹ് പക്കട് ലീ ഗയി तो फिर उसके लिए माफ़ी या रियायत की रत्ती भर उम्मीद नहीं. ഒരു പക്ഷേ ഈ സമയത്ത് വഹ് പക്കട് ലീ ഗയി, അവൾ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ, തോ അപ്പോൾ ഫിർ ഉസ്കെ ലിയേ മാഫി യാ റിയായത്ത് കി രത്തി ഭർ, അവൾക്ക് വേണ്ടി ഒരു ക്ഷമ അല്ലെങ്കിൽ ഒരു മാപ്പ് കൊടുക്കൽ എന്നതിൻ്റെ ഒരു പ്രതീക്ഷ, ഉമ്മീദ് നഹി, ഒരു പ്രതീക്ഷയും വേണ്ട. അന്ത്മേം അവസാനം, ദേവതാവും കോ യാദ് കർക്കെ ഉസ്നെ കലേജ മസ്ബൂത്ത് കിയ. എല്ലാ ദേവതകളെയും ഓർത്തുകൊണ്ട് അവളുടെ കലേജ ഹൃദയം മസ്ബൂത്ത് കിയ ഉറപ്പിച്ചു. ആർ ഖട കുയേ മേ ഡാൽ ദിയ, കിണറിലേക്ക് കുടം എടുത്തിട്ടു, അതായത് പതുക്കെ ഇട്ടു. ഖടേനെ പാനി മേ ഗോത്താ ലഗായ, കിണറിൽ അതായത് കുടം പാനി മേ ഗോത്താ ലഗായ, വെള്ളത്തിലൊരു ഗോളം സൃഷ്ടിച്ചു അല്ലേ. കിണറിലേക്ക് നമ്മളിങ്ങനെ കുടം ഇറക്കുമ്പോൾ ഒരു ഓളം സൃഷ്ടിക്കുമല്ലോ, അത് ചെയ്തു. ബഹുത് ഹി ആഹിസ്ത, വളരെ പതുക്കെ. ജറാബി ആവാസ് ന ഹുയി, ഒരു തരത്തിലുള്ള ശബ്ദവും ഉണ്ടാക്കാതെ. ഗംഗീനെ 2-4 ഹാത്ത് ജൽദി ജൽദി മാരെ, ഗംഗി 2-4 കൈ, അതായത് അങ്ങോട്ടും ജൽദി മാരെ, വേഗം അങ്ങോട്ട് വലിച്ചു. ഖട കുയേം കെ മുഹ് തക് ആ പഹൂഞ്ച, കുടം കിണറിൻ്റെ മുഹ് തക് ആ പഹൂഞ്ച, വായ വരെ എത്തിച്ചേർന്നു. कोई बड़ा शहजोर पहलवान भी इतनी तेज़ी से न खींच सकता था. എന്താ कोई बड़ा शहजोर पहलवान, ഒരു വലിയ വിജയിയായിട്ടുള്ള പെഹൽവാൻ പറഞ്ഞ ഗുസ്തിക്കാരൻ പോലും ഇത്തനീ തേസീസെ, ഇത്രയും ശക്തമായിട്ട് ന ഖീഞ്ച് സക്താഥ, ഒരിക്കലും വലിച്ചിട്ടുണ്ടാവില്ല, അവർക്ക് വലിക്കാൻ സാധിക്കാത്ത വിധത്തിൽ അവൾ വലിച്ചു. എങ്ങനെ ഈ കുടം മുകളിലേക്ക് ഇങ്ങനെ നന്നായി ശക്തമായിട്ട് വലിച്ചു, അത് കിണറിൻ്റെ വായ വരെ എത്തി എന്നാണ് പറയുന്നത്. ഗംഗി ചുക്കി കി, അവൾ കുനിഞ്ഞു. കി എന്തെന്നാൽ ഖടേക്കോ പക്കടുക്കർ, കുടത്തിനെ പിടിച്ചിട്ട് ജഗത് പർ രഖേ, ആ തിട്ടിൽ, കിണറിൻ്റെ തിട്ടിൽ വെച്ചു. കി എന്തെന്നാൽ ഏകായേക്ക്, അത് വെച്ചതും ഏകായേക്ക് പറഞ്ഞാൽ ഒരുമിച്ച്. ഠാക്കുർ സാഹബ് കാ ദർവാസ ഖുൽ ഗയ, ഠാക്കുർ സാഹബിൻ്റെ വാതിൽ ഖുൽ ഗയ, തുറന്നുപോയി. ഷേർ കാ മുഹ് ഇസ്സെ അധിക് ഭയാനക് ന ഹോഗ, ഷേറിൻ്റെ മുഖം, അതായത് സിംഹത്തിൻ്റെ മുഖം, വായ, ഇതിനേക്കാൾ അധികം ഭയാനക് ന ഹോഗ, ഒരിക്കലും ഭയാനകമാവില്ല എന്നാണ് അവിടെ പറയുന്നത്. അതായത് അവൾ കിണറിൽ നിന്ന് മെല്ലെ വലിച്ചെടുത്ത്, ശക്തമായി വലിച്ച് ആ കുടം കിണറിൻ്റെ വായ വരെ എത്തി. അത് കിണറിൻ്റെ തട്ടിൽ, ആ കിണറിൻ്റെ തറയില്ലേ, അതിൽ വെക്കലും അത് വെക്കുന്ന സമയവും ഠാക്കൂറിൻ്റെ വാതിലിൻ്റെ തുറക്കുന്ന സമയം ഒരുമിച്ചായിരുന്നു എന്നാണ് പറയുന്നത്. എന്താ സിംഹത്തിൻ്റെ മുഖം സിംഹത്തിൻ്റെ വായ ഇതിനേക്കാൾ ഭയാനകമാവില്ല. അതായത് സിംഹത്തിൻ്റെ വായയിൽ അകപ്പെട്ടാൽ എന്താ ഉണ്ടാവുക, നമ്മൾ ചത്തുപോകും അല്ലേ. അതായത് ഒരു മനുഷ്യനോ അല്ലെങ്കിൽ മറ്റൊരു ജീവി സിംഹത്തിൻ്റെ മുഖത്ത് പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ജീവൻ ഇല്ല, നഷ്ടപ്പെട്ടു. അതേപോലെയാണ് പറയുന്നത് എന്ത്, ഠാക്കൂറുടെ മുന്നിൽ പെട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ എന്നാണ് പറയുന്നത്. ഗംഗി കെ ഹാത്ത് സേ രസി ചൂട്ടുകൈ, ഗംഗയുടെ കയ്യിൽ നിന്ന് രസി കയറ്
പൊട്ടിപ്പോയി, അതായത് ചൂട്ട് കൈ പറഞ്ഞാൽ അങ്ങോട്ട് പിടിവിട്ടുപോയി. രസി കെ സാത്ത് കയറിനോടൊപ്പം ഘട കുടവും ധടാംസെ വലിയ ശബ്ദത്തോടു കൂടി പാനീമേ ഗിര വെള്ളത്തിലോട്ട് വീണു. അവർ കൈ ക്ഷൺ തക്ക് ഒരുപാട് നേരം വരെ പാനീമേ ഹിൽക്കോരേ കി ആവാസേം സുനായി ദേത്തി രഹി. ഹിൽക്കോരേ കി ആവാസ് പറഞ്ഞാൽ ഓളങ്ങളുടെ ശബ്ദം ഇങ്ങനെ സുനായി ദേത്തി രഹി കേട്ടുകൊണ്ടേയിരുന്നു. ഠാക്കൂർ കോൻ ഹേ കോൻ ഹേ അല്ലേ? ഠാക്കൂർ ഈ സൗണ്ട് കേട്ടതും വിളിച്ചു പറയുന്നു, കോൻ ഹേ ആരാണ് അവിടെ എന്ന് ചോദിച്ചു. പുകാർത്തെ ഹുയേ കുയേം കി തരഫ് ആ രഹേ ധേ. കിണറിൻ്റെ അടുക്കലേക്ക് അത് പറഞ്ഞുകൊണ്ട് ആരാണ് അവിടെ എന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് ഠാക്കൂർ വരുന്നത് കാണുന്നു. ആ രഹേ ധേ ആർ ഗംഗി ജഗത് സെ കൂത് കർ ഭാഗി ജാ രഹി ധി. ഗംഗി ആ സ്ഥലത്തുനിന്ന് ഓടി അങ്ങ് രക്ഷപ്പെടുകയാണ്, കുതിച്ചോടി രക്ഷപ്പെടുകയാണ്. ഘർ പഹൂഞ്ച് കർ ദേഖാക്കി വീട്ടിലെത്തിയിട്ട് നോക്കുമ്പോൾ ജോഖു ലോട്ടാ മുഹസേ ലഗായെ. ലോട്ട മൊന്തം വായിലേക്ക് വയ്ക്കുന്നു. വഹി മൈലാ ഗന്ധാ പാനി പീ രഹാ ഹെ. അതേ അതായത് നാറുന്ന ഗന്ധാ പാനി മോശമായ ചീത്തവെള്ളം പീ രഹാ ഹെ കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഗംഗി കാണുന്നത്. അപ്പോൾ എന്താണ് ഈ പാഠഭാഗത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്? താഴ്ന്ന ജാതിയിലുള്ള ആളുകൾക്ക് ഉയർന്ന ജാതിക്കാരുടെ കിണറിൽ നിന്ന് ഒരു തുള്ളി ദാഹജലം പിടിക്കാൻ പോലും അല്ലെങ്കിൽ അത് എടുക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ലാത്ത ഒരു കാലഘട്ടത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അടിച്ചമർത്തപ്പെട്ട ആളുകളുടെ ജീവിതമായിരുന്നു പ്രേംചന്ദ് നമുക്ക് ഈ ഒരു ഠാക്കൂർ കാ കുആം എന്ന കഥയിലൂടെ നമുക്ക് മുന്നിൽ പറഞ്ഞു തന്നിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇതാണ് ഈ കഥയുടെ ഉള്ളടക്കം. ഓക്കെ, ഒരിക്കൽ കൂടി നന്നായിട്ട് പാഠഭാഗം വായിക്കുക എന്ന് മനസ്സിലാക്കി പലതവണ വായിച്ചു നോക്കുക. ക്യാരക്ടേഴ്സിനെ കുറിച്ചിട്ടും ആ ക്യാരക്ടേഴ്സിൻ്റെ ഡീറ്റെയിൽസും നന്നായി വായിച്ച് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, എനി ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.